അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പരിപാവനമായ പരിശുദ്ധമായ റജബ് മാസം, ആ റജബ് മാസത്തിൻ്റെ 13ാമത്തെ രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നാളെ 13ാമത്തെ പകലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഇതുവരെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ദിക്റിൻ്റെ മജ്ലിസ് നമ്മൾ തുടങ്ങുകയാണ്. അതിനു മുന്നേ എൻ്റെ നാടിൻ്റെ പരിസരത്തുള്ള നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പോയിട്ടുണ്ടാകും, കാഞ്ഞിരമറ്റം ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ. ആ മഹാനെപ്പറ്റി ചെറിയ ഒരു കാര്യം ഇന്നത്തെ ദിക്റിൻ്റെ മജ്ലിസിൽ നമ്മൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദിക്റിൻ്റെ മജ്ലിസിലേക്ക് കടക്കാം. പരിശുദ്ധമായ റജബ് മാസം നമുക്കറിയാമല്ലോ, ഒരുപാട് മഹത്തുക്കളെ നമ്മൾ സ്മരിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ സ്മരിക്കുന്ന ഒരുപാട് മഹാന്മാരിൽ പെട്ട ഒരാളാണ് മധ്യ കേരളത്തിലെ, പ്രത്യേകിച്ച് കോട്ടയം എറണാകുളം ജില്ലയിലെ ഏകദേശം ഒരു ബോർഡറായി വരുന്ന കാഞ്ഞിരമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് വഫാത്തായ, അവിടെ മറമാടപ്പെട്ട മഹാനായ ഫരീദുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. കാഞ്ഞിരമറ്റം പള്ളി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ കാസർഗോഡ് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം, കൂടുതൽ പരിചയമുണ്ടാവില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീടിൻ്റെയും ഞാൻ നിൽക്കുന്ന പള്ളിയുടെയൊക്കെ ഏകദേശം അടുത്താണ് ഈ ഒരു സ്ഥലമുള്ളത്. കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കറാമത്തുകളുടെ ഉടമയായ, വലിയ ആബിദായ, അതുപോലെ തന്നെ ഒരു വലിയ ആലിമായ വലിയ മഹാനായ ഫരീദുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മഖ്ബറയിൽ ഉറൂസ് മുബാറക്ക് നടക്കുന്ന ഒരു മാസമാണ് ഈ ജനുവരി മാസം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഉറൂസ് മുബാറക്ക് 2025 ജനുവരി 14-ാം തീയതിയാണ്. അതായത് നാളെ ചൊവ്വാഴ്ച രാവിലെ 10:30 അവിടെ കൊടിയേറ്റം നടത്തി ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കൂടുന്ന വലിയൊരു സദസ്സായിരിക്കും അന്ന് അവിടെ ഉണ്ടാവുക. ഇനി നമുക്കൊന്ന് കാഞ്ഞിരമറ്റം ഫരീദ് വലിയുല്ലാഹിയെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. മഹാനായ ഫരീദുദ്ദീൻ ഔലിയ, സത്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ജനിച്ചത് അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാൻ സ്വദേശിയാണ് മഹാനവറുകൾ. അതായത് ഹിജറ 569 ശഅബാൻ 29 അഫ്ഗാനിസ്ഥാനിലാണ് മഹാനവറുകൾ ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ വാപ്പ മരണപ്പെട്ടു പോയി. 7ാമത്തെ വയസ്സിൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. 9ാമത്തെ വയസ്സിൽ മഹാനവറുകളുടെ ഉമ്മ കൂടുതൽ കിതാബുകൾക്ക് പഠിക്കാൻ വേണ്ടി മഹാനവറുകളെ പഠനത്തിനു വേണ്ടി ഒരു ദറസിലേക്ക് അയച്ചു. അതായത് പാകിസ്ഥാനിലെ മുൾട്ടാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മഹാനവറുകൾ പഠിക്കാൻ വേണ്ടി അയച്ചു. അങ്ങനെ ഒരുപാട് വർഷം മന്ദിക്കും മആനിയും ഖുർആനും ഹദീസും തഫ്സീറും ഒക്കെ ഇങ്ങനെ സർവണം നടത്തി ഒരുപാട് പഠിച്ച് അങ്ങനെ അവസാനം പല മഹത്തുക്കളുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി മഹാനവറുകൾ ഒരുപാട് യാത്ര ചെയ്തു. ബാഗ്ദാദിലേക്ക്, സിറിയയിലേക്ക്, അതുപോലെ ഈജിപ്തിലേക്ക്, അങ്ങനെ മഹാനവറുകൾ ഇന്ത്യയിലേക്കും കടന്നു വന്നു. ആ സമയത്താണ് മഹാനായ അജ്മീർ ഖാജ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായ ബഖ്തിയാർ കാക്കി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ കാണുകയും മഹാനായ ഈ ബഖ്തിയാർ കാക്കി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും അജ്മീർ ഖാജ തങ്ങളുടെ ചിശ്തി ത്വരീഖത്തിൻ്റെ അംഗമാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് നാടുകളിൽ സഞ്ചരിച്ചു വിശുദ്ധമായ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി. പിന്നെ വന്നത് നേരെ കേരളത്തിലേക്കാണ് വന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ മഹാനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയയുടെ പേരിൽ ഒരുപാട് സ്ഥലങ്ങൾ അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ കോലാഹലമേട്, ഈരാറ്റുപേട്ട, പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി. അതോടൊപ്പം തന്നെ മഹാനായ ഫരീദുദ്ദീൻ ഔലിയ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇങ്ങനെ കടന്നു വന്ന് അവസാനം എവിടെയാണ് വന്നത്? ഇപ്പോൾ നമ്മൾ പറയുന്ന എറണാകുളം കോട്ടയം ജില്ലയുടെ ഏകദേശം ബോർഡർ ആകുന്ന കാഞ്ഞിരമറ്റം ആ ഭാഗത്ത് വന്ന് അവിടെ ഇരുന്നു എന്നാണ്. മഹാനായ ഫരീദുദ്ദീൻ ഔലിയയുടെ കാലത്ത് അന്ന് ഫുള്ള് കാടാണ്, ഫുള്ള് കാടാണ്. പാമ്പുകളും തേളുകളും സർപ്പങ്ങളൊക്കെ ഉള്ള ഒരു കാടായിരുന്നു. അവിടെയാണ് മഹാനവറുകൾ ചെന്നിട്ട് അവിടെ ചെറിയൊരു പള്ളി പോലെ പണിതു. എന്നിട്ട് അവിടെ ഇബാദത്തിലായി ഇങ്ങനെ കഴിഞ്ഞുകൂടി. ഏതൊരു ദിവ്യൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞ് ആളുകളൊക്കെ കൂടാൻ തുടങ്ങി. പലരും പല പ്രയാസങ്ങൾ പറയാൻ തുടങ്ങി. ആര് വന്നെന്ത് പ്രയാസം പറഞ്ഞാലും ഈ പള്ളിയുടെ പരിസരത്ത് ഒരു കാഞ്ഞിരമരം നിപ്പുണ്ടായിരുന്നു. ആ കാഞ്ഞിരമരത്തിൽ നിന്നും കാഞ്ഞിരത്തിൻ്റെ ഇല പറിച്ചിട്ട് ഇത് കഴിച്ചോളാൻ പറയുമായിരുന്നു. കാഞ്ഞിരത്തിൻ്റെ മരം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ കയ്പായിരിക്കും. പക്ഷെ മഹാനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ പറിച്ചു കൊടുക്കുന്ന കാഞ്ഞിരത്തിൻ്റെ ഇല കഴിച്ചാൽ അവർക്കൊക്കെ രോഗം വേഗത്തിൽ ശിഫയാകുക മാത്രമല്ല ആ ഒരു ഇലക്ക് കയ്പ് പോലും ഇല്ലായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. മഹാനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ മരണപ്പെട്ട് ഒരുപാട് നാളുകളായി.
800-ലധികം വർഷമായി മഹാനവറുകൾ മരണപ്പെട്ടിട്ട്. പക്ഷേ മഹാനായ ഫരീദുൽ ഔലിയയുടെ പേരിൽ നടത്തപ്പെടുന്ന ഉറൂസ് മുബാറക്ക്, അത് 57ാമത്തെ ഉറൂസ് മുബാറക്കാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും തമിഴ്നാട്ടിലും ഒക്കെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉറൂസിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. ഈ ഉറൂസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഭവം എന്ന് പറഞ്ഞാൽ, ഒരു രസമെന്ന് പറഞ്ഞാൽ ചക്കരക്കന്നി നേർച്ചയാക്കുന്ന പരിപാടിയാണ്. പല മക്ബറിലാണ്, ചില സ്ഥലത്ത് പഴം കൊടുക്കുന്ന നേർച്ചയുണ്ട്, ചില സ്ഥലത്ത് പല പലഹാര വിഭവങ്ങളൊക്കെ കൊടുത്തിട്ട് നേർച്ചയാക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഫലം കിട്ടാറുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ചക്കരക്കന്നിയാണ്. അതുപോലെ തന്നെ കഞ്ച് ശക്കർ എന്ന് മഹാനായ ഫരീദുൽ ഔലിയക്ക് ഒരു പേര് വെക്കാറുണ്ട്. ആളുകൾ പറയാറുണ്ട് മധുരപ്രിയൻ എന്ന്. ഒരുപാട് മധുരം കഴിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ആ മധുരക്കന്നി, ഈ ചക്കരക്കന്നിയാണ് അവിടെ നേർച്ചയായിട്ട് കൊടുക്കാറുള്ളത്. പിന്നെ എനിക്കും ഉള്ള ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ ചെവിയുടെ പുറകിലും എൻ്റെ ഈ കയ്യിൻ്റെ ഈ ഭാഗത്തൊക്കെ അരിമ്പാറ വരും, ഇങ്ങനെ കുമ്പി വരുമായിരുന്നു. ആ സമയത്ത് അത് മാറാൻ വേണ്ടി അരിയും കുരുമുളകും നേർച്ചയാക്കുന്ന ഒരു പരിപാടിയുണ്ട് കാഞ്ഞിരമറ്റത്തേക്ക്. എൻ്റെ ഉമ്മ അങ്ങനെ നേർച്ചയാക്കി, അങ്ങനെ അൽഹംദുലില്ലാ അത് മാറിയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇത് ഇവിടെ ഈ ഒരു മക്ബറയിൽ മാത്രമല്ല, ഒരുപാട് മഹത്തുക്കൾ, കാരണം അവരൊക്കെ അള്ളാഹിലേക്ക് അടുത്തവരാണ്. ചില സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങളും വേണ്ടാത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ എതിർക്കുകയാണ്. പക്ഷെ അവിടെ കിടക്കുന്ന മഹാന്മാർ അവർ നിസ്സാരക്കാരല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ഈ വഴിയൊക്കെ വരികയാണെങ്കിൽ, എറണാകുളം ഭാഗമൊക്കെ വരികയാണെങ്കിൽ അവിടെ ഒന്ന് സിയാറത്ത്, അവിടെ പോകാനും അവിടെയൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാനും പറ്റിയാൽ അത് വലിയൊരു ഖൈറാണ്. സ്ത്രീകൾക്ക് പ്രത്യേകമായ സ്ഥല സൗകര്യങ്ങൾ നിസ്കരിക്കാനും മറ്റും, അതുപോലെ സിയാറത്ത് ചെയ്യാനും പുരുഷന്മാർക്ക് വിശാലമായ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടേക്ക് ഒന്ന് പോയി, ഇതുപോലുള്ള മഹാന്മാരൊക്കെ ഒരുപാട് നമ്മുടെ പരിസരത്തുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യുക, അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കുക. അവർക്ക് വേണ്ടി ദ്വാരക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നെയാണ്. അത് ഈ ഉറൂസിൻ്റെ സമയത്ത് തന്നെ പോകണമെന്നല്ല, അതല്ലാതെ നിങ്ങൾക്ക് വെക്കേഷൻ്റെ സമയത്ത് എപ്പോഴാണോ സൗകര്യമുള്ളത് അവിടേക്ക് ഒന്ന് പോയി പ്രത്യേകം നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ വലിയ ബറക്കത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പവിത്രമായ മജ്ലിസിൻ്റെ ദിക്ർ നമ്മൾ തുടങ്ങുകയാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന, നമ്മൾ പറയുന്ന ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആരക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദിക്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ ഇസ്തിഗ്ഫാർ കൂടുതൽ അധികരിപ്പിക്കണം. അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞാലോ ഇസ്തിഗ്ഫാർ? പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം.
والإكرام أستغفر الله العظيم يا ذا الجلال 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 والإكرام إن شاء الله ഇനി നമ്മൾ പറയുന്നത് പരിപാവനമായ റജബ് മാസത്തിൻ്റെ രണ്ടാമത്തെ പത്തിൽ സ്പെഷ്യലായി നമുക്ക് പറയാൻ മഹത്തുക്കൾ നിർദ്ദേശിച്ചു തന്ന ഒരുപാട് ഗുണങ്ങൾ നമ്മളെ തേടിയെത്തുന്ന ഒരു തസ്ബീഹാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാഹു തആല ഇത് പറയുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് 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 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യണം. ഏതിലൊക്കെ ബർക്കത്ത് ചെയ്യണം? നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ഇടപെടലിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ എല്ലാത്തിലും അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവണം. നമുക്കതൊന്ന് ചോദിച്ചാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്വാജിനാ വ ഔലാദിനാ വ അംവാലിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്വാജിനാ വ ഔലാദിനാ വ അംവാലിനാ യാ റബ്ബൽ ആലമീൻ. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين. اللهم بارك لنا في أزواجنا وأولادنا وأموالنا
يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا يا رب العالمين اللهم بارك لنا في أزواجنا وأولادنا وأموالنا മറ്റൊരു ഇസ്തിഗ്ഫാർ ഈ ഒരു ഇസ്തിഗ്ഫാറിന്റെ നേട്ടം അല്ലാഹുവിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കാനും അല്ലാഹ് നമ്മളിലേക്ക് കൂടുതൽ ഇഷ്ടം വെക്കാനും ഒക്കെ കാരണമാകുന്ന ഒരു ഇസ്തിഗ്ഫാറാണ് പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം إنه كان غفارا أستغفر الله العظيم 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 إنه كان غفارا സ്വർഗ്ഗ അവകാശികൾ അവർ പറയുന്ന ദുആകൾ എമ്പാടും ഖുർആനിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകും. നമ്മുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും കുടുംബജീവിതത്തിലെ എല്ലാവിധ ബറക്കത്തും കിട്ടാൻ ഈ ഒരു ദുആ നമ്മൾ പതിവാക്കണമെന്നാണ്. ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ, ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ, മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നവരാവാൻ ഈ ദുആ നമ്മൾ പതിവാക്കണം. കേട്ടോ, ഏതാണ് ആ ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യാതെ റജബ് മാസത്തിലെ ഒരു ദുആയും കടന്നു പോകരുത്. മരണപ്പെട്ട ഉമ്മയാവട്ടെ വാപ്പയാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മൾ ദുആ രക്കണം അല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്താലോ? പറഞ്ഞോ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ 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 റബ്ബിർഹംഹുമാ കമാ
കമാ റബ്ബയാനി സഗീറാ റബ്ബിർഹംഹുമാ 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 കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവിൻ്റെ 99 ഇസ്മുകൾ, ആ ഇസ്മുകളിൽ വളരെ പ്രാധാന്യമുള്ള, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 ഇസ്മുകളുണ്ട്. അത് രണ്ടും ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ? നമ്മുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കട്ടെ ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട്. പറഞ്ഞോ, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, 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 യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സ്വലാത്തിൻ്റെ, ദിക്റിൻ്റെ, തസ്ബീഹിൻ്റെ, ഈ അദ്കാറുകളുടെ ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടും സ്വീകരിക്കും. അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം ഈ ദിക്റിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ, അല്ലേ? അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് വലിയ ഒരു അത്താണിയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അവരൊക്കെ പറയുന്ന ഒരു ആമീനിൻ്റെ ആ ഒരു പവർ കൊണ്ടായിരിക്കാം നമ്മളൊക്കെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ സ്വലാത്തിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ രാവിലത്തെ ക്ലാസ്സുകളൊക്കെ നമുക്കിങ്ങനെ പറയാനുള്ള ആവേശം, ആർജവം തരുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ ദുആയാണ്, നമ്മുടെ സപ്പോർട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ വളർച്ച. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മ നീ പരിപൂർണമായി സ്വീകരിക്കണേ. അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അതുപോലെ പ്രശ്നത്തിലായവരുണ്ട്, കള്ളക്കേസുകളിൽ കുടുങ്ങിയവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അല്ലാഹുവേ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പതിവ് പോലെ സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ് സൂറത്ത് 3 പ്രാവശ്യം, സൂറത്തുൽ ഫലക്ക്, അതുപോലെ സൂറത്തുൻ നാസ്, ഇതൊക്കെ നമുക്ക്
ഓരോ വട്ടം ഓതി സൂറത്തുൽ ഇഖ്ലാസ് 3 വട്ടം ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ മജ്ലിസിൽ ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായി ചെയ്തു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു ഞങ്ങൾ ചൊല്ലിയ ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് തസ്ബീഹുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, ഇസ്മുകളുണ്ട്. അതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഞങ്ങളുടെ ഖബറിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഈ മജ്ലിസ്, ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. റജബിൽ അല്ലാഹുവേ, നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരുപാട് ബറക്കത്തിനെ ചോദിച്ചല്ലോ, ഞങ്ങളും ചോദിക്കുകയാണ് റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ ബറക്കത്ത് തരണേ അല്ലാഹ്. ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ റജബ് മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാഹ്. ആയിരക്കണക്കിന് സഹോദരിമാരും സഹോദരങ്ങളും ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് അല്ലാഹുവേ. മരുന്നില്ലാത്ത രോഗങ്ങളാണ്, പേരില്ലാത്ത രോഗങ്ങളാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ പുണ്യമായ ഈ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ രോഗങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് പേര് പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. ഒരു സഹോദരി അവരുടെ നരമ്പിന്റെ പ്രശ്നങ്ങൾ, ന്യൂറോ പ്രശ്നം പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് മാറാൻ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. കിഡ്നി രണ്ടും ഫെയിലാണ് ഉസ്താദേ, അത് ഓപ്പറേഷൻ നടക്കുകയാണ്, ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഫാറ്റി ലിവർ വന്നിട്ട് വലിയ പ്രശ്നമാണ് ഉസ്താദേ, ദുആരക്കാൻ പറഞ്ഞവർ. ഇങ്ങനെ ഒരുപാട് ദുആ വസിയത്ത് ഓരോ ദിവസവും പലരും പറയാറുണ്ട്. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ, ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ ഒരുപാട് പേര് ദുആ വസിയത്ത്, പ്രത്യേകിച്ച് കടങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് കടമാണ് ഉസ്താദേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, അതുപോലെ തന്നെ ലോണിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്, വീട് ജപ്തിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. റഹ്മാനെ, എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ, കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളൊക്കെ വരികയാണ്, പലരുടെയും പരീക്ഷ കഴിഞ്ഞു, ഇനിയും പരീക്ഷ എഴുതാനുള്ളവരുണ്ട്, അതുപോലെ ഇന്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അല്ലാഹുവേ, നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ, ഉന്നതമായ വിജയം തരണേ അല്ലാ. കരുണയുള്ള അല്ലാ, റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ, വദൂദായ അല്ലാ, ജബ്ബാറായ അല്ലാ, സത്താറായ അല്ലാ. റഹ്മാനെ പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ, അവരുടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരുടെ സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ, അവരുടെ മനപ്രയാസങ്ങൾ, ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം കമന്റ് എഴുതിയെന്ന് നിനക്കറിയാം റബ്ബേ, അവരുടെ മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആയിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നിഅമത്തുകളും നീ വാരിക്കോരി തരണേ അല്ലാ. നിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ ഇന്നത്തെ മജ്ലിസ് അവസാനിച്ചു. നാളെയും നമ്മുടെ ദിക്റിന്റെ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം ദുആരക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.